Good evening. ഇന്നലെ നമ്മൾ വെയിൻ്റെ പറ്റിയും ആർട്ടറിയുടെ പറ്റിയും കാപ്പിലറിയുടെ പറ്റിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 35. പേജ് നമ്പർ 35 വർക്കിംഗ് ഓഫ് ഹേർട്ട്, എങ്ങനെയാണ് ഹേർട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പാരഗ്രാഫ് തുടങ്ങാൻ പോകുക. ദ ഹേർട്ട് ബീറ്റ് കണ്ടിന്യൂസ്ലി വിത്ത് എ റിതം. നമ്മുടെ ഹേർട്ട് മിടിക്കുന്നത് ഒരു റിതമാണ്. റിതം എന്ന് വെച്ചാൽ ഒരു താളത്തിലാണ് അത് മിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യം എന്താ ചെയ്യുക, അതിൻ്റെ സാധാരണ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ്. അപ്പോൾ ഇത് റിലാക്സ് പൊസിഷൻ എന്നാണ് പറയുക. ഇതിന് നമ്മൾ പറയുക റിലാക്സ് പൊസിഷൻ. അത് കഴിഞ്ഞാൽ അത് കൺട്രാക്റ്റ് ആവും. കൺട്രാക്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പൂർണ്ണസ്ഥിതിക്ക് വരും. പിന്നെ ഇങ്ങനെ ചുങ്ങും, പിന്നെ പൂർണ്ണസ്ഥിതിക്ക് വരും. ഇതിനാണ് നമ്മൾ ഒരു റിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ചുങ്ങുക, ഇങ്ങനെ വലുതാവുക, ഇത് ചുങ്ങുക, ഇത് വലുതാവുക, ഇത് ചുങ്ങുക, ഇത് വലുതാവുക. അങ്ങനെ നടക്കുന്നതിനാണ് നമ്മൾ ഹേർട്ടിന് ഒരു റിതമിക് താളമുണ്ട് എന്ന് പറയുന്നത്. ഒരു താളത്തിലാണ് അത് ഹേർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഈ താളം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സിനോ ആട്രിയൽ നോഡ്. സിനോ ആട്രിയൽ നോഡിനെ SA നോഡ് എന്നും പറയും. ഇത് ഈ റിതം ഉണ്ടാക്കുന്നത്, ഈ റിതത്തിൻ്റെ ഒരു താളം കൊണ്ട് നടക്കുന്നത് സിനോ ആട്രിയൽ നോഡ്, അതായത് SA നോഡാണ്. ഈ SA നോഡ് സ്ഥിതി ചെയ്യുന്നത് റൈറ്റ് ഏട്രിയൽ വാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഇലക്ട്രിക് സെൽ മാതിരിയാണ് വർക്ക് ചെയ്യുക. ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് ഒരു ബാറ്ററി മാതിരിയാണ് ഇത് വർക്ക് ചെയ്യുക. അതിൻ്റെ ഫങ്ഷനാണ് പറയുക പേസ് മേക്കർ എന്ന്. അപ്പോൾ ഞങ്ങളോട് ഇവിടെ ചോദിക്കും എന്താണ് പേസ് മേക്കർ. അപ്പോൾ ആ പേസ് മേക്കറിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോണത്. ദ ഹേർട്ട് ബീറ്റ് കണ്ടിന്യൂസ്ലി വിത്ത് എ റിതം. ഹേർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു റിതമിക് മോഡിലാണ്, ഒരു താളത്തിലാണ് അത് ബീറ്റ് ചെയ്യണത്, വർക്ക് ചെയ്യണത് എന്ന്. Initiation of the contraction and relaxation of the heart and regulation of the rate of heartbeat are controlled by the sinoatrial node. ഇത് ചുങ്ങണതും കൺട്രാക്ഷൻ ആവുന്നതും റിലാക്സേഷൻ ആവുന്നത്. കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ചുങ്ങണതും റിലാക്സ് പൂർണ്ണസ്ഥിതിയിൽ എത്തണേനും കൺട്രോൾ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ നിയന്ത്രിക്കുന്നത് സിനോ ആർട്രിയൽ നോഡാണ്, SA നോഡാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ഏട്രിയൽ വാൾ. അത് സ്ഥിതി ചെയ്യുന്നത് റൈറ്റ് ഏട്രിയൽ വാളിലാണ്. റൈറ്റ് ഭാഗത്ത് ഏട്രിയലിൻ്റെ വാളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആസ് ഇറ്റ് ഫങ്ഷൻ ലൈക്ക് ആൻ ഇലക്ട്രിക് സെൽ, ഇറ്റ് ഈസ് നോൺ ആസ് പേസ് മേക്കർ. അതൊരു ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി മാതിരിയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പേസ് മേക്കർ എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താണ് പേസ് മേക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാരാഗ്രാഫ് മുഴുവനും എഴുതി വെക്കാം. അതുകൊണ്ട് ആ പാരാഗ്രാഫ് മുഴുവനും പഠിക്കണം, വിടാനൊന്നും ഇല്ല. നെക്സ്റ്റ് നിങ്ങളുടെ ഇവിടെ യെല്ലോ ബോക്സിൽ തന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ പേസ് മേക്കറിൽ എന്തെങ്കിലും ഒരു ക്ഷതം വരിക, എന്തെങ്കിലും ഒരു ഡാമേജ് വരികയാണെങ്കിൽ ആ വ്യക്തി അതോടുകൂടി മരണം സംഭവിക്കും. കാരണം അതിൻ്റെ ഹേർട്ട് ബീറ്റിംഗ് അവിടെ നിന്ന് പോകുക ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ന്യൂ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി അനുസരിച്ച് നമുക്ക് എന്താ ചെയ്യുക, ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിക്കും ആരാണ് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഉണ്ടാക്കിയേക്കുന്നത് എന്ന്. അത് നിങ്ങളുടെ യെല്ലോ ബോക്സിൽ തന്നിട്ടുണ്ട്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്, ആൻ അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, വാസ് ദ വൺ ബിഹൈൻഡ് ദ ഇൻവെൻഷൻ ഓഫ് ദിസ് എക്യുപ്മെൻറ്റ്. ആർട്ടിഫിഷ്യൽ എക്യുപ്മെൻറ്റ് ആരാണ് ഇൻവെൻറ്റ് ചെയ്തത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആൻഡ് അമേരിക്കൻ ഇലക്ട്രീഷ്യൻ എന്ന്. ഇത് ആദ്യമായിട്ട് എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈനാണ് എഴുതേണ്ടത്. ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ സർജറീസ് ഹാവ് ബീൻ കണ്ടക്റ്റഡ് 1960. കണ്ടക്ട് ചെയ്തേക്കുന്നത് ആദ്യത്തത് കണ്ടക്ട് ചെയ്തേക്കുന്നത് ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, കൊല്ലമാണ് തന്നേക്കുന്നത് 1960. അപ്പോൾ അതും നിങ്ങൾ നന്നായി പഠിക്കുക, 1 മാർക്കിൻ്റെയാണ് വരുന്നത്. ഇനി താഴെ തന്നിട്ടുണ്ട് എങ്ങനെയാണ്, ഇനി താഴത്തെ ബോക്സ് ഇലിസ്ട്രേഷൻ 3.3 നോക്കുക. അതിനകത്ത് എങ്ങനെയാണ് പ്യുവർ ബ്ലഡും ഇംപ്യുവർ ബ്ലഡും ശരീരത്തേക്ക് ഓടി പോണത്, അതായത് ഹേർട്ടിലേക്ക് വരുന്നതും ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് വരുന്നതും ഹേർട്ട് മുഖേന മറ്റ് ഭാഗങ്ങൾ അതർ ബോഡി പാർട്സിലേക്ക് പോകുന്നു. പിന്നെ അതർ ബോഡി പാർട്സിന് തിരിച്ച് ഹേർട്ടിലേക്ക് എങ്ങനെയാണ്, നമ്മൾ ഇതിൻ്റെ മുന്നേ സ്ട്രക്ചർ പഠിച്ചില്ലേ, അതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണതെന്ന്. അത് ഒന്നും കൂടി നിങ്ങൾക്ക് ചാർട്ട് മാതിരി കാണിച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ആദ്യം വേനക്കാവയാണ് തന്നിരിക്കുന്നത്. വേനക്കാവ എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ് കൊണ്ടുവരുന്നത്, അതായത് ഇംപ്യൂർ ബ്ലഡാണ് അവിടെ കൊണ്ടുപോകുന്നത്.
അപ്പോൾ രണ്ട് കളറാണ് തന്നേക്കുന്നത്, ഒന്ന് ബ്ലൂവും ഒന്ന് റെഡും. റെഡ് എന്ന് പറയുന്നത് പ്യുവർ ബ്ലഡും ബ്ലൂ എന്ന് പറയുന്നത് ഇംപ്യൂർ ബ്ലഡാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇംപ്യൂർ ബ്ലഡ് ആദ്യമാണ് പറയുന്നത്. എങ്ങനെയാണ് ഇംപ്യൂർ ബ്ലഡ് നമ്മളുടെ ഹാർട്ടിലേക്ക് എത്തുന്നത്? വരുന്നത് ആദ്യം എവിടെ നിന്നാണ്? ബോഡിയിൽ നിന്ന് വേനക്കാവയിലേക്കാണ് വരുന്നത്. അപ്പോൾ തന്നേക്കുന്നത് വേനക്കാവ ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. എല്ലാ ടിഷ്യൂകളിലും എത്തിയതിന് ശേഷം അത് തിരിച്ച് വേനക്കാവ അതിൻ്റെ ഓക്സിജൻ മുഴുവനും തീർന്നതിന് ശേഷം അത് ഡീഓക്സിജനേറ്റഡ് ആയിട്ട് നമ്മളുടെ വേനക്കാവ മുഖേന ഹാർട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആദ്യം വേനക്കാവയിൽ എത്തി, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഏട്രിയത്തിലെത്തി. റൈറ്റ് ഏട്രിയം മുഖേന നെക്സ്റ്റ് ട്രൈകസ്പിഡ് വാൾവാണ്. ട്രൈകസ്പിഡ് വാൾവ് മുഖേന റൈറ്റ് വെൻട്രിക്കലിലെത്തി. റൈറ്റ് വെൻട്രിക്കൽ മുഖേന പൾമിനറി ആർട്ടറിക്ക് എത്തുക. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അത് ലങ്സിലേക്ക് പോകുക. ഇങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ഭാഗത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തും പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ലങ്സിൽ നിന്ന് ഓക്സിജൻ നിറഞ്ഞുള്ള ബ്ലഡ് വരുന്നത് ഹാർട്ടിലേക്ക് വന്നിട്ട് ഹാർട്ട് മുഖേനയാണ് അതർ ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം പൾമിനറി വെയിൻ, ലങ്സിൽ നിന്ന് പൾമിനറി വെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് ഫ്രം ദ ലങ്സ് പൾമിനറി വെയിനിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൾവിലേക്ക് വരും. ബൈകസ്പിഡ് വാൾവിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കൽ വരും. ലെഫ്റ്റ് വെൻട്രിക്കൽ നിന്ന് അയോട്ടയിലേക്ക് പോകും. അതായത് ബ്ലഡ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഇത് ആദ്യം ലങ്സ് മുഖേന നമ്മൾ എവിടേക്കാണ് എത്തുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയം ആദ്യം എങ്ങനെ ഉണ്ടാവുക? അത് സാധാരണ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് കയറുമ്പോൾ അത് പൂർണ്ണസ്ഥിതി റിലാക്സേഷൻ മോഡിലേക്ക് ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അതെന്താവുക? കൺട്രാക്ട് ആവും. കൺട്രാക്ട് വെച്ചാൽ ഇങ്ങനെ ചുങ്ങുമ്പോൾ അവിടെ എന്താ വരിക? പ്രഷർ വരിക. നിങ്ങളൊരു ബലൂൺ എടുക്കുക, ബലൂണിൽ വെള്ളം കുറച്ച് നിറയ്ക്കുക. അത് കഴിഞ്ഞ് അതിനൊന്ന് പീച്ചുമ്പോൾ എന്താ ഉണ്ടാവുക? മുകളിലത്തെ ഭാഗത്തിൽ നിന്ന് വെള്ളം അടിഭാഗത്തേക്ക് വരും. അതേമാതിരി ഇത് ലെഫ്റ്റ് വെൻട്രിക്കലിൽ കയറിയതിന് ശേഷം അത് കോൺട്രാക്ട് ആവും. കോൺട്രാക്ട് ആകുക മീൻസ് ഒന്ന് ചുങ്ങുമ്പോൾ എന്തുണ്ടാവുക? പ്രഷർ കൊണ്ട് ബ്ലഡ് എവിടേക്ക് പോകും? ബൈകസ്പിഡ് മുഖേന താഴേക്ക് ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് പോകും. ലെഫ്റ്റ് വെൻട്രിക്കൽ മുഖേന അയോട്ട വാൾവ് പോകും. അയോട്ട വാൾവിൽ നിന്ന് അത് പുറത്തേക്ക് ബോഡി അയോട്ടയിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് അതർ ബോഡി പാർട്സിലേക്ക് പോകും. അതേമാതിരിയാണ് റൈറ്റ് സൈഡിലും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഭാഗം കഴിഞ്ഞു. പേജ് നമ്പർ 35 കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 36. പേജ് നമ്പർ 36 കുറച്ച് ഹിൻറ്റുകളും തന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ഹിൻറ്റ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് രണ്ടാമത് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ദ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി റീച്ചസ് ദ റൈറ്റ് ഏട്രിയം. നമ്മൾ പറഞ്ഞു ആദ്യം ഇവിടെ റൈറ്റ് ഏട്രിയത്തിൻ്റെ പറ്റിയിട്ടാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ്, അതായത് ശരീരത്തെ എല്ലാ ഭാഗത്തെയും ഓക്സിജൻ എത്തിയതിനു ശേഷം തിരിച്ച് ഡീഓക്സിഡൈസ്ഡ് ബ്ലഡാണ് വരുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സായ ബ്ലഡാണ് നമ്മുടെ തിരിച്ച് വരുന്നത്. എവിടേക്കാണ് വരുന്നത്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് വരുന്നത്. ദ ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ലങ്സ് റീച്ചസ് ദ ലെഫ്റ്റ് ഏട്രിയം. ഇനി പറഞ്ഞത് ഓക്സിജൻ ഉള്ള ബ്ലഡ്, അതായത് ലങ്സിൽ നിന്ന് ഓക്സിജൻ ഉള്ള ബ്ലഡ്, പ്യുവർ ബ്ലഡ് വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത് ഓക്സിഡൈസ്ഡ് ബ്ലഡാണ് വരുന്നത്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത് ഓക്സിഡൈസ്ഡ് ബ്ലഡാണ് വരുന്നത്. പ്രത്യേകം അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ലെഫ്റ്റ് ഏട്രിയം ത്രൂ ദ പൾമിനറി വെയിൻ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത് പൾമിനറി വെയിൻ മുഖേനയാണ്. ഇനിയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. വേർ ഡസ് ദ ബ്ലഡ് ഗോ വെൻ ദ ഏട്രിയൽ കോൺട്രാക്ട്? എവിടേക്കാണ് ബ്ലഡ് പോണത്? വെയർ ഡസ് ദ ബ്ലഡ് ഗോ? എവിടെയാണ് ബ്ലഡ് പോണത്? വെൻ ഏട്രിയൽ കോൺട്രാക്ട്. ഏട്രിയൽ കോൺട്രാക്ട് ആകുമ്പോൾ ചുങ്ങുമ്പോൾ ബ്ലഡ് എവിടേക്കാണ് പോകുക? അപ്പർ ഭാഗമാണ് ഏട്രിയൽ എന്ന് പറയുന്നത് അല്ലേ? മുകളിലത്തെ ഭാഗമാണ് ഏട്രിയൽ. റൈറ്റ് ഏട്രിയൽ ആയാലും ലെഫ്റ്റ് ഏട്രിയൽ ആയാലും അത് അപ്പർ ഭാഗമാണ്. അപ്പോൾ അപ്പർ ഭാഗം ചുങ്ങുമ്പോൾ അത് ഏത് ചാമ്പറിലേക്ക് പോകും? ലോവർ ചാമ്പറിലേക്ക് പോകും. ലോവർ ചാമ്പർ എന്ന് പറയുന്നത് അത് എന്നിട്ടാണ് വെൻട്രിക്കലാണ്. അപ്പോൾ എവിടേക്കാണ് വരുന്നത്? അത് വെൻട്രിക്കലിലേക്കാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരിക വെൻ ദ ഏട്രിയൽ കോൺട്രാക്ട് ദ ബ്ലഡ് ഗോസ് ടു ദ വെൻട്രിക്കൽ. ഏട്രിയൽ ചുങ്ങുമ്പോൾ ബ്ലഡ് എവിടേക്ക് പോകും? വെൻട്രിക്കലിലേക്ക് പോകും. അതായത് അപ്പർ ചാമ്പറിൽ നിന്ന് ലോവർ ചാമ്പറിലേക്ക് പോകും. ഈസി അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡസ് ദ ബ്ലഡ് ഫ്ലോ ബാക്ക് ടു ദ ഏട്രിയൽ വെൻ ദ വെൻട്രിക്കൽ കോൺട്രാക്ട്? വൈ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ദ ബ്ലഡ് ഫ്ലോ ബാക്ക്
to the atrial when the ventricle contract. Why? ഇനി നമ്മൾ അപ്പർ ഭാഗം കൺട്രാക്ട് ആവുന്ന പറ്റിയിട്ട് പറഞ്ഞു, അപ്പർ ഭാഗം ചുങ്ങനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി അടിഭാഗം ചുങ്ങുമ്പോൾ അത് എവിടേക്കാ പോകുക? തിരിച്ച് മുകളിലേക്ക് പോകുമോ? ഇല്ല. എന്താണ് കാരണം? കാരണം അവിടെ ട്രൈകസ്പീഡും ഉണ്ട്, റൈറ്റ് ഭാഗത്ത് ട്രൈകസ്പീഡും ഉണ്ട്, ലെഫ്റ്റ് ഭാഗത്ത് ബൈകസ്പീഡും ഉണ്ട്. ബൈകസ്പീഡ് വാൾവ് ഉണ്ട്, ട്രൈകസ്പീഡ് വാൾവ് ഉണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് പോകില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് രണ്ടും അടഞ്ഞു പോകും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് എഴുതും? നോ, ഇല്ല, മുകളിലേക്ക് കയറി പോകില്ല. Because on right side tricuspid valve and on left side bicuspid valve bicuspid valve prevent backward flow. അവർ അവിടെ തടയും, പ്രിവെൻറ്റ് ചെയ്യും, തടസ്സം വെക്കും, പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം അവിടെ വെക്കും. ഈ ട്രൈകസ്പീഡും ബൈകസ്പീഡും പിന്നോട്ട് പോകാനുള്ള തടസ്സം ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് പിന്നോട്ട് പോകാൻ, അതായത് മുകളിലേക്ക് പോകാൻ അവർക്ക് പറ്റില്ല. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് വരുന്നത്, when the ventricle contract, which blood vessel does the blood flow to? When the ventricle contract, ventricle means lower chamber ചുങ്ങുമ്പോൾ ഈ ബ്ലഡ് എവിടേക്ക് പോകും? ലോവർ 2 ചാമ്പർ ഉണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലുണ്ട്, ഒന്ന് ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലത്തെ വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ അത് എവിടേക്ക് പോകും? ലെഫ്റ്റ് സൈഡിലത്തെ വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ അത് എവിടേക്ക് പോകും? റൈറ്റ് സൈഡിലത്തെ വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ റൈറ്റ് സൈഡ് കോമ ഇടുക, ബ്ലഡ് ഫ്ലോ ടു പൾമിനറി ആർട്ടറി. ബ്ലഡ് എവിടേക്കാണ് പോകുക? പൾമിനറി ആർട്ടറിക്കാണ്. റൈറ്റ് സൈഡിലത്തെ വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ അത് പോണത് പൾമിനറി ആർട്ടറിക്കാണ്. ലെഫ്റ്റ് സൈഡിലത്തെ വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ അത് പോകുക അയോട്ടയിലേക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ പിക്ചറിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അയോട്ടയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് എവിടേക്കാണ് പോകുക? അയോട്ടയിലേക്കാണ് പോകുക. റൈറ്റ് സൈഡിൻ്റെ വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ, അടിഭാഗം ചുങ്ങുമ്പോൾ അത് പോകുക പൾമിനറി ആർട്ടറിക്ക്. ലെഫ്റ്റ് ഭാഗത്തെ വെൻട്രിക്കൽ ലോവർ ചാമ്പർ ചുങ്ങുമ്പോൾ എന്താ എവിടേക്കാണ് പോകുക? അയോട്ട വാൾവിലേക്ക്. അയോട്ട വാൾവ് മുഖേന അയോട്ടയിൽ നിന്ന് അതർ ഓർഗൻസിലേക്ക് പോകും. ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്, ഇഫ് സോ വാട്ട് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് പ്രസന്റ് ഇൻ ദ വേന കാവ? If so, താഴെയുള്ളതാണ്. If so, what causes an increase in the level of carbon dioxide in the blood pressure in a vena cava? If so, what causes an increase? എന്താണ് കൂടുന്നത്? in the level of carbon dioxide in the blood present in the vena cava. വേന കാവയിലുള്ള ബ്ലഡിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത്? ഓക്സിജനുള്ള ബ്ലഡ് അല്ലേ കൊണ്ടുപോകുന്നത്, പിന്നെ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താണ് കാരണം? കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ മെറ്റബോളിസം ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, അതായത് ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്. ആ മെറ്റബോളിസം ആക്ടിവിറ്റി മുഖേന അവിടെ എന്തുണ്ടാവും? കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം എന്നെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ കൂടെ കൂടും. അങ്ങനെയാണ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡൈജഷൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ പോകുമ്പോൾ മെറ്റബോളിസം ആക്ടിവിറ്റി ഉണ്ടാവും. മെറ്റബോളിസം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദഹന പ്രക്രിയ. ആ ദഹന പ്രക്രിയ മുഖേന അവിടെ എന്തുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് സെൽസ് ഒന്നും എടുക്കില്ല, ഓക്സിജൻ മാത്രമേ സെൽസ് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ സെൽ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? തെള്ളി കളയും. അങ്ങനെ ആ തെള്ളി കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ ബ്ലഡ് തിരിച്ച് കൊണ്ട് ഹേർട്ടിലേക്ക് കൊടുക്കുന്നത്. ഡയറക്റ്റ് ലങ്സിലേക്ക് അല്ല കൊടുക്കുന്നത്, ഹേർട്ടിലേക്ക് കൊടുത്തിട്ട് ഹേർട്ട് മുഖേന പിന്നെ ലങ്സിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഇഫ് സോ വാട്ട് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് പ്രസൻറ്റ് ഇൻ വേന കാവ? അവിടെ വല്ലുള്ള ആൻസറാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ഇൻ ദ ടിഷ്യൂകളിൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂ ടു മെറ്റബോളിസം ആക്ടിവിറ്റി കാരണമാണ് ടിഷ്യൂകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതാണ് അവിടെ നമുക്ക് ബ്ലഡിൽ കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ഇൻ ദ ടിഷ്യൂ ഡ്യൂ ടു മെറ്റബോളിസം ആക്ടിവിറ്റി കാരണമാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറാണ് കേട്ടോ. ഇനി സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ചോദിച്ചേക്കുന്നത്, ആൻഡ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് പ്രസൻറ്റ് ഇൻ ദ പൾമിനറി വെയിൻ. എങ്ങനെയാണ് ഓക്സിജൻ ലെവൽ പൾമിനറി വെയിനിൽ കൂടുന്നത്
എങ്ങനെയാണ് അവിടെ ഓക്സിജൻ വരുന്നത്? അതെങ്ങനെയാണ് വരുന്നത്? ലങ്സിൽ നിന്ന് ഓക്സിജൻ റിച്ച് ബ്ലഡ് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ എഴുതണം ബ്ലഡ് റിസീവ് ഓക്സിജൻ അറ്റ് ദ ലങ്സ്. ലങ്സിൽ നിന്നാണ് ഓക്സിജനുള്ള ബ്ലഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആൻസർ വരിക ബ്ലഡ് റിസീവ് ഓക്സിജൻ അറ്റ് ദ ലങ്സ്. ലങ്സ് മുഖേന ഓക്സിജൻ കിട്ടുന്നു. It is this oxygenated blood that flow through the pulmonary vein to the heart. ഇവിടെ നിന്നാണ് ഈ ലങ്സിൽ നിന്നാണ് പൾമണറി വെയിനിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഹാർട്ടിലേക്ക് വരുന്നത്. ഇത് ഒന്നുകൂടി ആൻസർ പറയാം. ബ്ലഡ് റിസീവ്സ് ഓക്സിജൻ അറ്റ് ദ ലങ്സ്. ഇറ്റ് ഈസ് ദീസ് oxygenated blood that flow through the pulmonary veins to the heart. ഹാർട്ടിലേക്ക് എത്തുന്നത് ലങ്സ് മുഖേന ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ പൾമണറി വെയിനിലേക്ക് വരുന്നു. പൾമണറി വെയിൻ മുഖേന നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയും ഭാഗം ഞങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഡബിൾ സർക്കുലേഷൻ ഉണ്ട്. അതായത് ഡബിൾ സർക്കുലേഷൻ എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാവുന്നത്? ആക്ച്വലി ഹാർട്ടിൽ ഒരു പ്രാവശ്യമേ ബ്ലഡ് വരണുള്ളൂ അല്ലേ? ലങ്സിൽ നിന്ന് ഒരു പ്രാവശ്യമേ ആക്ച്വലായിട്ട് ബ്ലഡ് വരുന്നുള്ളൂ. പക്ഷെ അതെന്താണ്ടാവുന്നത്? 2 പ്രാവശ്യം അത് കയറി ഇറങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യം വരുന്നുണ്ട്, പിന്നെ ബോഡിയിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്നുണ്ട്. 2 റൗണ്ട് അടിക്കുന്നുണ്ട്. വരുന്നത് ലങ്സിൽ നിന്ന് വരുന്നത് ഒരു പ്രാവശ്യമാണെങ്കിലും ലങ്സിൽ നിന്ന് വന്നിട്ട് അത് ബോഡിയുടെ അതർ പാർട്ടിലേക്ക് പോയിട്ട് അതർ പാർട്ട് മുഖേന പിന്നെയും ഹാർട്ടിലേക്ക് വന്നിട്ട് പിന്നെ ലങ്സിലേക്ക് പോണത്. ഹാർട്ടിലേക്ക് വരുന്നത് ഒരു പ്രാവശ്യമാണെങ്കിലും സർക്കുലേറ്റ് ആവുന്നത് 2 പ്രാവശ്യമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി വിസ്താരമായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ, ഹാവ് എ നൈസ് ഡേ.